PSC ഇൻഫിനിറ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം. PSC നടത്തിയ പരീക്ഷകളിലെ പ്രധാനപ്പെട്ട ബയോളജി ചോദ്യങ്ങളാണ് ഇന്നിവിടെ ചെയ്യാനായിട്ട് പോകുന്നത്. ചോദ്യങ്ങളിലേക്ക് കടക്കാം. മനുഷ്യ ശരീരത്തിൽ തരുണാസ്ഥികൾ കാണപ്പെടുന്നത് എവിടെയാണ്? മനുഷ്യ ശരീരത്തിൽ തരുണാസ്ഥികൾ കാണപ്പെടുന്നത് എവിടെയാണ്? 1. ചെവിക്കുടയിൽ. 2. കശേരുകൾക്കിടയിൽ. 3. 2 അസ്ഥികൾ ചേരുന്ന ഭാഗത്ത്. 4. നേസൽ സെപ്റ്റത്തിൽ. അപ്പോൾ മനുഷ്യ ശരീരത്തിൽ തരുണാസ്ഥികൾ കാണപ്പെടുന്നത് എവിടെയൊക്കെയാണ്? ചെവിക്കുടയിൽ, കശേരുകൾക്കിടയിൽ, 2 അസ്ഥികൾ ചേരുന്ന ഭാഗത്ത്, പിന്നെ നേസൽ സെപ്റ്റത്തിലും. ശരി ഉത്തരം ഓപ്ഷൻ ഡി 1, 2, 3, 4. അടുത്ത ചോദ്യം. എല്ലുകളുടെയും പല്ലുകളുടെയും വളർച്ചയ്ക്ക് ആവശ്യമില്ലാത്ത ഘടകം ഏതാണ്? എല്ലുകളുടെയും പല്ലുകളുടെയും വളർച്ചയ്ക്ക് ആവശ്യമില്ലാത്ത ഘടകം. ഉത്തരം ഓപ്ഷൻ എ ഇരുമ്പ്. അപ്പോൾ എല്ലുകളുടെയും പല്ലുകളുടെയും വളർച്ചയ്ക്ക് ആവശ്യമായ ഘടകങ്ങൾ ഏതൊക്കെയാണ്? കാൽസ്യം, മഗ്നീഷ്യം, ഫോസ്ഫറസ്. ഇവയെല്ലാം എല്ലുകളുടെയും പല്ലുകളുടെയും വളർച്ചയ്ക്ക് ആവശ്യമായ ഘടകങ്ങളാണ്. അടുത്ത ചോദ്യം. COVID-19 കാരണമായ സൂക്ഷ്മജീവി ഏതാണ്? COVID-19 കാരണമായ സൂക്ഷ്മജീവിയാണ് വൈറസ്. ശരി ഉത്തരം ഓപ്ഷൻ സി വൈറസ്. അടുത്ത ചോദ്യം. ജന്തുകോശങ്ങളിൽ കൂടുതലായി ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന വാതകം ഏതാണ്? ജന്തുകോശങ്ങളിൽ കൂടുതലായി ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന വാതകമാണ് കാർബൺ ഡൈ ഓക്സൈഡ്. ശരി ഉത്തരം ഓപ്ഷൻ എ കാർബൺ ഡൈ ഓക്സൈഡ്. അടുത്ത ചോദ്യം. കേന്ദ്ര സുഗന്ധവിള ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്ന ജില്ലകൾ ഏതൊക്കെയാണ്? കേന്ദ്ര സുഗന്ധവിള ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്ന ജില്ലയാണ് കോഴിക്കോട്. അപ്പോൾ ശരി ഉത്തരം ഓപ്ഷൻ സി 1 മാത്രം. അടുത്ത ചോദ്യം. AB രക്തഗ്രൂപ്പുള്ള ഒരാൾക്ക് ഏതൊക്കെ ഗ്രൂപ്പുകാർക്ക് രക്തം ദാനം ചെയ്യാൻ സാധിക്കും? AB രക്തഗ്രൂപ്പുള്ള ഒരാൾക്ക് ഏതൊക്കെ ഗ്രൂപ്പുകാർക്ക് രക്തം ദാനം ചെയ്യാൻ സാധിക്കും? ശരി ഉത്തരം ഓപ്ഷൻ ഡി രക്തഗ്രൂപ്പ് AB. രക്തഗ്രൂപ്പ് AB. അടുത്ത ചോദ്യം. താഴെ പറയുന്നവയിൽ ശരിയായ ജോഡി ഏതാണ്? ഇതിൽ ശരിയായ ജോഡി ഓപ്ഷൻ ബി 2 മാത്രം എന്നതാണ്. അതായത് കോമ്പല്ല് ആഹാരവസ്തുക്കൾ കടിച്ചു കീറാനാണ്. ആഹാരവസ്തുക്കൾ കടിച്ചു കീറാനാണ് കോമ്പല്ല്. ജോഡികൾ ഒന്ന് ശരിയായിട്ട് യോജിപ്പിക്കാം. ഉളിപ്പല്ല് വരുന്നത് ആഹാരവസ്തുക്കൾ കടിച്ചു മുറിക്കാനാണ്. ഉളിപ്പല്ല് ആഹാരവസ്തുക്കൾ കടിച്ചു മുറിക്കാനും കോമ്പല്ല് ആഹാരവസ്തുക്കൾ കടിച്ചു കീറാനും. ചർവണകവും അഗ്രചർവണകവും ആഹാരവസ്തുക്കൾ ചവച്ചരയ്ക്കാനാണ്. അപ്പോൾ ആഹാരവസ്തുക്കൾ ചവച്ചരയ്ക്കാനാണ് ചർവണകവും ചർവണകവും. അടുത്ത ചോദ്യം. ലോല ഏത് വിളയുടെ സങ്കര ഇനമാണ്? ഉത്തരം ഓപ്ഷൻ സി പയർ. ലോല പയറിൻ്റെ സങ്കര ഇനമാണ്. ലോല എന്നത് പയറിൻ്റെ സങ്കര ഇനമാണ്. അടുത്ത ചോദ്യം. അസ്ഥികൾ കനം കുറഞ്ഞ് വളയുന്നു. ഇത് ഏത് അപര്യാപ്തത രോഗത്തിൻ്റെ ലക്ഷണമാണ്? അസ്ഥികൾ കനം കുറഞ്ഞ് വളയുന്നു. ഇത് ഏത് അപര്യാപ്തത രോഗത്തിൻ്റെ ലക്ഷണമാണ്? ശരി ഉത്തരം ഓപ്ഷൻ സി കണ. അടുത്ത ചോദ്യം. അന്താരാഷ്ട്ര മില്ലറ്റ് വർഷം ഏതാണ്? ഉത്തരം ഓപ്ഷൻ സി 2023. അടുത്ത ചോദ്യം. സംസ്ഥാനത്തെ പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങളെ കുടുംബാരോഗ്യ കേന്ദ്രങ്ങളാക്കി മാറ്റാൻ ലക്ഷ്യമിട്ട പദ്ധതി ഏതാണ്? സംസ്ഥാനത്തെ പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങളെ കുടുംബാരോഗ്യ കേന്ദ്രങ്ങളാക്കി മാറ്റാൻ ലക്ഷ്യമിട്ട പദ്ധതിയുടെ പേരെന്താണ്? ഉത്തരം ഓപ്ഷൻ എ ആർദ്രം പദ്ധതിയാണ് സംസ്ഥാനത്തെ പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങളെ കുടുംബാരോഗ്യ കേന്ദ്രങ്ങളാക്കി മാറ്റാൻ ലക്ഷ്യമിട്ട പദ്ധതി. അടുത്ത ചോദ്യം. താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ ഏറ്റവും ശരിയായത് ഏതാണ്? മനുഷ്യ ഹൃദയത്തിൻ്റെ പേസ് മേക്കർ സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? മനുഷ്യ ഹൃദയത്തിൻ്റെ പേസ് മേക്കർ സ്ഥിതി ചെയ്യുന്നത് വലതു ഏട്രിയത്തിൻ്റെ വലതു മുകൾ കോണിലാണ്. ശരി ഉത്തരം ഓപ്ഷൻ സി വലത് ഏട്രിയത്തിൻ്റെ വലതു മുകൾ കോണിൽ. അടുത്ത ചോദ്യം. ചേരുംപടി ചേർത്ത് ഉചിതമായ ഉത്തരം തിരഞ്ഞെടുത്തെഴുതുക. മലേറിയ പ്രോട്ടോസോവയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ടൈഫോയിഡ് ബാക്ടീരിയ രോഗമാണ്. അസ്കാരിയാസ് പരത്തുന്നത് വിരകളാണ്. ജലദോഷം വൈറസ് രോഗമാണ്. അപ്പോൾ ശരി ഉത്തരം ഓപ്ഷൻ സി. അടുത്ത ചോദ്യം. കുട്ടികളിലെ പ്രമേഹം കണ്ടെത്താനും ചികിത്സാ സഹായമേകാനുമുള്ള കേരള സർക്കാരിൻ്റെ പ്രത്യേക പദ്ധതിയുടെ പേരെന്താണ്?
കുട്ടികളിലെ പ്രമേഹം കണ്ടെത്താനും ചികിത്സാ സഹായമേകാനുമുള്ള കേരള സർക്കാരിൻ്റെ പ്രത്യേക പദ്ധതിയാണ് മിഠായി. ഉത്തരം ഓപ്ഷൻ എ മിഠായി. അടുത്ത ചോദ്യം. ജീവമണ്ഡലത്തിലെ ജൈവ സമ്പന്നത സൂചിപ്പിക്കുന്ന ജൈവ വൈവിധ്യം എന്ന പദം ആദ്യമായി ഉപയോഗിച്ചതാരാണ്? ജീവമണ്ഡലത്തിലെ ജൈവ സമ്പന്നത സൂചിപ്പിക്കുന്ന ജൈവ വൈവിധ്യം എന്ന പദം ആദ്യമായി ഉപയോഗിച്ചത് ആരാണ്? ഉത്തരം ഓപ്ഷൻ സി വാൾട്ടർ ജി റോസൻ. വാൾട്ടർ ജി റോസനാണ് ജൈവ വൈവിധ്യം എന്ന പദം ആദ്യമായി ഉപയോഗിച്ചത്. അടുത്ത ചോദ്യം. അമ്മയുടെയും ഗർഭസ്ഥ ശിശുവിൻ്റെയും രക്തം കൂടി കലരാതെയുള്ള പദാർത്ഥ വിനിമയത്തിന് സഹായിക്കുന്ന ഭാഗം ഏതാണ്? അമ്മയുടെയും ഗർഭസ്ഥ ശിശുവിൻ്റെയും രക്തം കൂടി കലരാതെയുള്ള പദാർത്ഥ വിനിമയത്തിന് സഹായിക്കുന്ന ഭാഗം ഏതാണ്? ഉത്തരം ഓപ്ഷൻ എ പ്ലാസൻ്റ. പ്ലാസൻ്റയാണ് അമ്മയുടെയും ഗർഭസ്ഥ ശിശുവിൻ്റെയും രക്തം കൂടിക്കലരാതെ പദാർത്ഥ വിനിമയത്തിന് സഹായിക്കുന്ന ഭാഗം. അടുത്ത ചോദ്യം. കോശഭിത്തിയുടെ എല്ലാ ഭാഗത്തും ഒരേപോലെ കട്ടി കൂടിയ തരം കോശങ്ങൾ ചേർന്ന കല ഏതാണ്? കോശഭിത്തിയുടെ എല്ലാ ഭാഗത്തും ഒരേപോലെ കട്ടി കൂടിയ തരം കോശങ്ങൾ ചേർന്ന കല ഏതാണ്? ഉത്തരം ഓപ്ഷൻ ഡി സ്ക്ലീറൻ കൈമ. ശരി ഉത്തരം ഓപ്ഷൻ ഡി സ്ക്ലീറൻ കൈമ. സ്ക്ലീറൻ കൈമയാണ് കോശഭിത്തിയുടെ എല്ലാ ഭാഗത്തും ഒരേപോലെ കട്ടി കൂടിയ തരം കോശങ്ങൾ ചേർന്ന കലയായത്. അടുത്ത ചോദ്യം. ചെറുകുടലിനകത്തെ പോഷക ആഗിരണത്തിനുള്ള പ്രതല വിസ്തീർണം അനേകം മടങ്ങ് വർദ്ധിപ്പിക്കാൻ സഹായിക്കുന്ന ഭാഗം ഏതാണ്? ചെറുകുടലിനകത്തെ പോഷക ആഗിരണത്തിനുള്ള പ്രതല വിസ്തീർണം അനേകം മടങ്ങ് വർദ്ധിപ്പിക്കാൻ സഹായിക്കുന്ന ഭാഗം ഏതാണ്? വില്ലസുകളാണ്. ശരി ഉത്തരം ഓപ്ഷൻ ബി വില്ലസുകൾ. വില്ലസുകളാണ് പോഷക ആഗിരണത്തിലുള്ള ചെറുകുടലിലെ ഭാഗമായിട്ടുള്ളത്. അടുത്ത ചോദ്യം. വൃക്കയിലേക്ക് രക്തം കൊണ്ടുവരുന്ന കുഴൽ ഏതാണ്? വൃക്കയിലേക്ക് രക്തം കൊണ്ടുവരുന്ന കുഴലാണ് വൃക്കാധമനി. ശരി ഉത്തരം വൃക്കാധമനി. ശരി ഉത്തരം ഓപ്ഷൻ സി വൃക്കാധമനി. അടുത്ത ചോദ്യം. നേത്രവൈകല്യങ്ങളുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവനകൾ കണ്ടെത്തുക. 1. കണ്ണിൻ്റെ ലെൻസിൻ്റെ ഇലാസ്തികത നഷ്ടപ്പെടുത്തുന്നത് മൂലം വരുന്ന രോഗമാണ് സീറോഫ്താൽമിയ. ഇത് തെറ്റാണ്. കണ്ണിൻ്റെ ലെൻസിൻ്റെ ഇലാസ്തികത നഷ്ടപ്പെടുന്നത് മൂലം വരുന്ന രോഗമാണ് പ്രസ്ബയോപ്പിയ. 2. വിറ്റാമിൻ ബിയുടെ കുറവ് നിശാന്തതയ്ക്ക് കാരണമാകുന്നു. ഇതും തെറ്റാണ്. വിറ്റാമിൻ എയുടെ കുറവ് മൂലമാണ് നിശാന്തതയുണ്ടാകുന്നത്. നിശാന്തതയ്ക്ക് കാരണം വിറ്റാമിൻ എയുടെ ഡെഫിഷ്യൻസിയാണ്. 3. കണ്ണിനുള്ളിൽ മർദ്ദം കൂടുന്ന അവസ്ഥയാണ് ഗ്ലോക്കോമ. ഇത് ശരിയാണ്. കണ്ണിനുള്ളിൽ മർദ്ദം കൂടുന്ന അവസ്ഥയാണ് ഗ്ലോക്കോമ. 4. കണ്ണിൻ്റെ ലെൻസ് അതാര്യമാകുന്ന അവസ്ഥയാണ് തിമിരം. കണ്ണിൻ്റെ ലെൻസ് അതാര്യമാകുന്ന അവസ്ഥയുടെ പേരാണ് തിമിരം. ശരി ഉത്തരം ഓപ്ഷൻ ബി 3ഉം 4ഉം മാത്രം. 3ഉം 4ഉം ശരി. അടുത്ത ചോദ്യം. ന്യൂക്ലിയസ് ഇല്ലാത്ത ഏകകോശജീവികൾ ഉൾപ്പെടുന്ന വിഭാഗം ഏതാണ്? ന്യൂക്ലിയസ് ഇല്ലാത്ത ഏകകോശജീവികൾ ഉൾപ്പെടുന്ന വിഭാഗമാണ് മൊനീറ. ശരി ഉത്തരം ഓപ്ഷൻ സി മൊനീറ. അടുത്ത ചോദ്യം. ഭീമാകാരത്വം ഏത് ഹോർമോണിൻ്റെ ഏറ്റക്കുറച്ചിലുമായി ബന്ധപ്പെട്ട അവസ്ഥയാണ്? ഭീമാകാരത്വം ഏത് ഹോർമോണിൻ്റെ ഏറ്റക്കുറച്ചിലുമായി ബന്ധപ്പെട്ട അവസ്ഥയാണ്? ഉത്തരം ഓപ്ഷൻ ഡി സൊമാറ്റോട്രോപ്പിൻ. സൊമാറ്റോട്രോപ്പിൻ്റെ ഏറ്റക്കുറച്ചിലുമായി ബന്ധപ്പെട്ട അവസ്ഥയാണ് ഭീമാകാരത്വം. അടുത്ത ചോദ്യം. കോശശ്വസനവുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ കണ്ടെത്തുക. ഉത്തരം ഓപ്ഷൻ ഡി 4 മാത്രം ശരി. 4 മാത്രം ശരി. അതായത് ഗ്ലൈക്കോളിസിസിൽ ഗ്ലൂക്കോസ് പൈറോവിക് ആസിഡായി മാറുന്നു. അടുത്ത ചോദ്യം. വിട്രിയസ് ദ്രവം മനുഷ്യ ശരീരത്തിലെ ഏത് അവയവത്തിലാണ് കാണുന്നത്? വിട്രിയസ് ദ്രവം മനുഷ്യ ശരീരത്തിലെ ഏത് അവയവത്തിലാണ് കാണുന്നത്? ഉത്തരം ഓപ്ഷൻ ബി കണ്ണ്. കണ്ണിലാണ് വിട്രിയസ് ദ്രവം കാണുന്നത്. എല്ലാവർക്കും വീഡിയോ ഉപകാരപ്പെട്ടു എന്ന് കരുതുന്നു. വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.